കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കേട്ട് പരിചയമില്ലാത്ത അല്ലെങ്കിൽ കേട്ട് കേൾവിയില്ലാത്ത രീതിയിലുള്ള ഒരു തന്ത്രപരമായ പടയൊരുക്കത്തിനാണ് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ മണ്ഡലം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥി ഇനത്തിന്റെ ആദ്യഘട്ടം പോലും തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് UDF രംഗത്തെത്തുമ്പോൾ അത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അടിത്തറ തന്നെ ഇളക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൃത്യമായ നീക്കമായി വേണം ഇതിനെ വിലയിരുത്താൻ. നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ ഭരണപക്ഷത്തിന്റെ പ്രിയപുത്രനിൽ നിന്നും അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രുവായി മാറിയതുകൊണ്ട് അല്ലെങ്കിൽ മാറിക്കൊണ്ട് ബേപ്പൂരിലെ ഇടതുപക്ഷ കോട്ടയിൽ വിള്ളലുണ്ടാക്കാൻ എത്തുമ്പോൾ അത് വെറുമൊരു സീറ്റിന് വേണ്ടിയുള്ള മത്സരം മാത്രമല്ല, മറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ ശൈലിക്കോ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കേന്ദ്രീകരിച്ചുള്ള ആരോപണങ്ങൾക്കോ എതിരെയുള്ള അതിശക്തമായ ജനകീയ വിചാരണയെ കൂടി ഇതിനെ കാണുകേണ്ടതാണ്. അതുപോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണയായി കേരളത്തിലെ മുന്നണി സംവിധാനങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം എന്നത് കഠിനമായ ചർച്ചകൾക്കും ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും അതിനെല്ലാം ഒടുവിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് ശേഷം മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. എന്നാൽ കോൺഗ്രസ് ഈ കീഴ്വഴക്കം ഇത്തവണ അപ്പാടെ ലംഘിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അപ്പാടെ മാറ്റിമറിച്ചിരിക്കുന്നു. PV അൻവർ എന്ന രാഷ്ട്രീയ അഗ്നിപർവ്വതത്തെ മാസങ്ങൾക്ക് മുമ്പേ തന്നെ ബേപ്പൂരിലേക്ക് തുറന്നുവിട്ടതിലൂടെ ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുന്നതിന് ആവശ്യമായ സമയം നൽകുക എന്ന തന്ത്രമാണ് UDF ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മരുമകനും സംസ്ഥാനത്തെ കരുത്തനായ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ തന്നെ അൻവർ രംഗത്തിറങ്ങുമ്പോൾ, അതായത് മുഹമ്മദ് റിയാസിനെതിരെ തന്നെ അൻവർ രംഗത്തിറങ്ങുമ്പോൾ കേരളം ഇതുവരെ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ ഹൈ പ്രൊഫൈൽ പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. ഇത് കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് കേരളം ഭരിക്കുന്ന സിസ്റ്റത്തിന് നേരെയുള്ള കടന്നാക്രമണം കൂടിയാണ്. PV അൻവർ എന്ന നേതാവ് എങ്ങനെയാണ് CPM-ന് ഇത്ര വലിയ തലവേദന ആയത് എന്നത് ഗൗരവമായി വിശകലനം ചെയ്യേണ്ട കാര്യം കൂടിയാണ്. ഒരു കാലത്ത് പിണറായി വിജയനെ പ്രതിതുല്യനായി കണ്ടിരുന്ന, അല്ലെങ്കിൽ അച്ഛന്റെ സ്ഥാനത്തും പിതാവിന്റെ സ്ഥാനത്തും കണ്ടിരുന്ന പാർട്ടിയുടെ എല്ലാ പ്രതിസന്ധികളിലും ചാവേറായി രംഗത്ത് വന്നിരുന്ന ആൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടത് ഇങ്ങനെയാണ്, പോരാളി ഷാജിയുടെ നേതാവാണ്, അല്ലെങ്കിൽ പോരാളി ഷാജിയുടെ അഡ്മിനാണ് PV അൻവർ തരത്തിൽ ചാവേറായി മാറിയിരുന്ന PV അൻവർ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു ദിവസം പാർട്ടിക്ക് നേരെ തന്നെ വിരൽ ചൂണ്ടിയത് ഭരണസിരാ കേന്ദ്രങ്ങളെ പോലും ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു. ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള അൻവറിന്റെ തുറന്ന പോരാട്ടം കേവലം വ്യക്തിപരമായ ആരോപണങ്ങളായിരുന്നില്ല, മറിച്ച് കേരള പോലീസ് സേനയ്ക്കുള്ളിലെ RSS ബന്ധങ്ങളെക്കുറിച്ചും ക്രമസമാധാന ചുമതലയുള്ള ADGP അടക്കമുള്ളവരുടെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ സംഘപരിവാർ നേതാക്കളുമായി നടത്തുന്ന രഹസ്യ കൂടിക്കാഴ്ചകളെക്കുറിച്ചുമുള്ള വെളിപ്പെടുത്തലുകൾ കേരളീയ പൊതുസമൂഹത്തിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. ഈ ആരോപണങ്ങൾ ഉയർത്തിയതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട അൻവർ പിന്നീട് തന്റെ രാഷ്ട്രീയ ഭാവിക്കായി തൃണമൂൽ കോൺഗ്രസിനെ തിരഞ്ഞെടുക്കുകയും UDF-ന്റെ അവിഭാജ്യ ഘടകമായി മാറുകയും ചെയ്തത് ഒരു രാഷ്ട്രീയ വിസ്മയം കൂടിയാണ്. ബേപ്പൂരിലേക്ക് അൻവർ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന പ്രചരണായുധം മരുമോനിസം എന്ന രാഷ്ട്രീയ പ്രയോഗമാണ്. മുഖ്യമന്ത്രിയുടെ കുടുംബം ഭരണത്തെ നിയന്ത്രിക്കുന്ന ആരോപണം നേരത്തെ തന്നെ പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ നിന്നും വന്ന ഒരാൾ ഇതേ ആരോപണം ആവർത്തിക്കുമ്പോൾ അതിന് ലഭിക്കുന്ന രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുത് കൂടിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും മുഹമ്മദ് റിയാസും ചേർന്ന് കേരളത്തിൽ BJP-ക്ക് വഴിമരുന്നിടുന്നു എന്നുള്ള അൻവറിന്റെ പ്രസ്താവനകൾ മലബാർ മേഖലയിലെ മുസ്ലിം വോട്ട് ബാങ്കിനെ കാര്യമായി സ്വാധീനിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ ഇടതുപക്ഷത്തിനുണ്ടായ വോട്ട് ചോർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF നേതൃത്വമുള്ളത്. പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ സംഘപരിവാർ വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാൻ അൻവറിനെ പോലൊരു നേതാവിന് സാധിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസും കണക്ക് കൂട്ടുന്നത്. മുസ്ലിം ലീഗിന്റെ പൂർണ്ണമായ പിന്തുണ അൻവറിന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ മത്സരത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. മുസ്ലിം ലീഗ് നേതാവ് ഷാഫി ചാലിയത്തെ പോലുള്ള പ്രമുഖരെ നേരിട്ട് കണ്ടുകൊണ്ട് പിന്തുണ അഭ്യർത്ഥിച്ച അൻവർ ലീഗിന്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ CPM-നെ അനുവദിക്കില്ല എന്നുള്ള ദൃഢനിശ്ചയത്തിൽ കൂടിയാണ്. ബേപ്പൂരിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരുടെ എണ്ണം നിർണായകം കൂടിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടുകൾ വലിയ തോതിൽ മുഹമ്മദ് റിയാസിന് അനുകൂലമായിരുന്നുവെങ്കിൽ ഇത്തവണ അൻവർ കടന്നു വരുന്നതോടെ ഈ വോട്ടുകൾ പിളരാനുള്ള സാധ്യത ഏറെയുമാണ്. അൻവർ തന്നെ പ്രചരണത്തിനായി ഇതിനകം തന്നെ ഫൈറ്റേഴ്സ് എന്ന പേരിൽ ഒരു 100 കണക്കിന് വോളണ്ടിയർമാരെ മണ്ഡലത്തിൽ വിന്യസിച്ചു കഴിഞ്ഞു. ഈ സന്നദ്ധ പ്രവർത്തകർ ഓരോ വീട്ടിലുമെത്തി ഭരണകൂടത്തിന്റെ വീഴ്ചകൾ ഒന്നൊന്നായി എണ്ണിപ്പറയുകയും രാഷ്ട്രീയ ആരോപണങ്ങളും വിശദീകരിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായുള്ള വ്യക്തിപരമായ ഗുരുതരമായ രാഷ്ട്രീയ പോരാട്ടമായി വളർത്തിയെടുക്കുന്നതിൽ അൻവർ വലിയ വിജയം കണ്ടിട്ടുണ്ട്. CPM-ൽ നിന്നും പുറത്തു വന്നതിന് ശേഷം സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചതിനെ വേട്ടയാടുന്നു എന്നുള്ള പരാതിയും അദ്ദേഹം വോട്ടർമാർക്ക് മുന്നിൽ തന്നെ വെക്കുന്നുണ്ട്. എന്നാൽ തന്റെ കൈവശം ഇനിയും വെളിപ്പെടുത്താത്ത പല രഹസ്യങ്ങളും ഉണ്ടെന്ന അൻവറിന്റെ മുന്നറിയിപ്പ് ഇടതുപക്ഷത്തെ വല്ലാതെ ജാഗ്രതയിലാക്കുന്നുമുണ്ട്. കേന്ദ്ര ഏജൻസികളിൽ നിന്നും രക്ഷപ്പെടാൻ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയെന്ന ആരോപണം ന്യൂനപക്ഷ വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് UDF-ഉം വിലയിരുത്തുന്നുണ്ട്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ധാരണകൾ ഇതിന് തെളിവായി അൻവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ബേപ്പൂരിലെ വിജയ സാധ്യതയെക്കുറിച്ച് അൻവർ പുലർത്തുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല.
നിലമ്പൂരിൽ സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ പോലും CPM കേന്ദ്രങ്ങളിൽ നിന്ന് 10,000-കണക്കിന് വോട്ടുകൾ തനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാണ്. ആ ജനപിന്തുണ ബേപ്പൂരിലും ആവർത്തിക്കുമെന്ന് തന്നെയാണ് അൻവറും കണക്ക് കൂട്ടുന്നത്. എങ്കിലും ബേപ്പൂർ ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയാണെന്നും അത് അത്ര പെട്ടെന്ന് തകർക്കാനാവില്ല എന്നുമാണ് ഇടതുപക്ഷത്തിന്റെ വാദമെങ്കിലും അൻവർ മണ്ഡലത്തിൽ ഉണ്ടാക്കുന്ന ഓളമൊന്നും നിസ്സാരമായി കാണാനും കഴിയില്ല. മത്സ്യത്തൊഴിലാളികൾക്കിടയിലും തീരദേശ മേഖലകളിലും അൻവർ ലഭിക്കുന്ന സ്വീകാര്യതയും ഇടതുപക്ഷത്തെ നന്നായി ചിന്തിപ്പിക്കുന്നുമുണ്ട്. മുഹമ്മദ് റിയാസ് പരാജയപ്പെട്ടാൽ അത് വെറുമൊരു സീറ്റിലെ പരാജയമായിരിക്കില്ല, മറിച്ച് പിണറായി വിജയന്റെ രാഷ്ട്രീയ ശൈലിയുടെയും അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ഉയർത്തക്കാട്ടപ്പെടുന്ന നേതാവിന്റെ പതനം കൂടിയായിരിക്കും. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇത്ര നേരത്തെ തന്നെ പ്രചരണത്തിന് ഇറങ്ങുന്നത് അത്യപൂർവം കൂടിയാണ്. ഇത് UDFന്റെ അമിതമായ ആത്മവിശ്വാസമാണോ അതോ അൻവറിനെ മുന്നിൽ നിർത്തിയുള്ള ഒരു പരീക്ഷണമായാണോ എന്ന് കാലം തെളിയിക്കുകയും ചെയ്യും. എന്തായാലും ബേപ്പൂരിലെ ഫലം കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി തന്നെ നിശ്ചയിക്കുന്നതിൽ നിർണായകമാവുകയും ചെയ്യും. അൻവർ ജയിക്കുമോ അല്ലെങ്കിൽ റിയാസിന്റെ ഭൂരിപക്ഷം ഗണ്യമായി കുറയ്ക്കുകയോ ചെയ്താൽ അത് UDFന് വലിയ കരുത്താവുകയും ചെയ്യും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ LDF 30 സീറ്റുകൾ താഴെ ഒതുങ്ങുമെന്ന അൻവറിന്റെ പ്രവചനം ഫലിക്കുമോ എന്ന് അറിയാൻ തന്നെ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെയുള്ള തന്റെ പോരാട്ടം തുടരുമെന്നും ജനങ്ങളാണ് അന്തിമ വിധി പറയേണ്ടതെന്നും അൻവർ ആവർത്തിച്ച് പറയുന്നുമുണ്ട്. ബേപ്പൂരിലെ രാഷ്ട്രീയ ചിത്രം ഇപ്പോൾ കൂടുതൽ തെളിഞ്ഞു വരിക കൂടിയാണ്. ഒരു വശത്ത് വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ഭരണപക്ഷം, മറുവശത്ത് രാഷ്ട്രീയ ഗൂഢാലോചനകളും രഹസ്യധാരണകളും തുറന്നു കാട്ടുന്ന അൻവർ. കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുകൾ ആരുടെ കൂടെ നിൽക്കുമെന്നറിയാൻ വോട്ടെണ്ണൽ ദിനം വരെ കാത്തിരിക്കുകയും വേണം. എങ്കിലും അൻവറിന്റെ വരവ് ഈ തെരഞ്ഞെടുപ്പിനെ ഒരു ഹൈ പ്രൊഫൈൽ പോരാട്ടമാക്കി മാറ്റിയിരിക്കുക കൂടിയാണ് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പുതിയൊരു ശൈലിക്ക് അൻവർ തുടക്കമിട്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ വേഗതയും പ്രചരണത്തിലെ അക്രമോത്സുകതയും ഈ പോരാട്ടത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുക കൂടി ചെയ്തിരിക്കുകയാണ്. ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് വികസനത്തെയോ ക്ഷേമ പ്രവർത്തനങ്ങളെയല്ല, മറിച്ച് വിശ്വാസതയും അതുപോലെ രാഷ്ട്രീയ ധാർമ്മികതയും കൂടിയാണ്. അൻവർ ഉയർത്തുന്ന ചോദ്യങ്ങൾ പലതും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നേരിട്ട് പ്രതികൂട്ടിലാക്കുന്ന കൂടിയാണ്. ഇതിന് കൃത്യമായ മറുപടി നൽകാൻ CPM നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ബേപ്പൂരിലെ വോട്ടർമാർക്ക് മുന്നിൽ ഈ ചോദ്യങ്ങൾ ഉയർത്തുന്നതിലൂടെ അൻവർ ലക്ഷ്യം വെക്കുന്നതും സംസ്ഥാന വ്യാപകമായ ഒരു രാഷ്ട്രീയ വികാരം കൂടിയാണ്. ഭരണകൂടത്തിന്റെ വിഭവങ്ങൾ ഉപയോഗിച്ചുള്ള പ്രതിരോധത്തെ ജനകീയ ശക്തി കൊണ്ട് നേരിടാനാണ് അൻവറിന്റെ പ്രധാന ശ്രമം. വരും മാസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുമ്പോൾ കേരള രാഷ്ട്രീയം കൂടുതൽ കലാപകലുഷിതമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഈ രാഷ്ട്രീയ പോരാട്ടത്തിന് അന്തിമഫലം എന്തു തന്നെയായാലും കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ അതോ നിലവിലെ ഭരണത്തിൽ അവർ തൃപ്തരാണോ എന്നതിന്റെ കൃത്യമായ സൂചനകൾ ബേപ്പൂർ നൽകുകയും ചെയ്യും. അൻവർ എന്ന ജെയിൻ കില്ലർ തന്റെ ദൗത്യം പൂർത്തിയാക്കുമോ അതോ ഇടത് കോട്ടയിൽ അദ്ദേഹം തകർന്നടിയുമോ എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും ബേപ്പൂരിലെ ഈ പോരാട്ടം വരും തലമുറയ്ക്ക് പോലും പഠിക്കാനുള്ള ഒരു വലിയ രാഷ്ട്രീയ പാഠമായി മാറുമെന്നതിൽ യാതൊരു തർക്കവും വേണ്ട.